കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി, രബിന, ഈ ഒരു കൂട്ടിരിപ്പുകാരുടെയും രോഗികളുടെ അടക്കം നിസ്സഹായാവസ്ഥയാണ് അവരിപ്പോൾ നമ്മളോടൊപ്പം പങ്കുവച്ചത്. അതുപോലെ തന്നെ അഭിന, ഈ ഒരു കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ചുറ്റുമതിലും അപകടാവസ്ഥയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആശുപത്രിയുടെ ചുറ്റുമതിലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തതാണ് മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായത് എന്നടക്കമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സാധാരണക്കാരടക്കമുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രികളിലാണ് ഇപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരു അപകടത്തിലേക്ക് വഴിവെക്കാതെ തന്നെ കൂടുതൽ നടപടിയിലേക്ക് അധികൃതർ കടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തീർച്ചയായും ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ചോര കൊണ്ട് എഴുതിയതിനു ശേഷം മാത്രമായിരിക്കരുത് ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിഷ്പക്ഷമായി പറയാനുള്ളത്. കാരണം ഈ സർക്കാർ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാത്രമല്ല, നേരത്തെയും ബീച്ച് ആശുപത്രിക്കെതിരെയും ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പ്രതിപക്ഷാംഗങ്ങൾ, നേരത്തെ BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ഇത്തരം രാഷ്ട്രീയ സംഘടനകൾ അടക്കം നേരത്തെയും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ മെല്ലപ്പോക്ക് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിൽ നേരത്തെയും വലിയ ചികിത്സാ പിഴവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശസ്ത്രക്രിയ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ ചികിത്സാ പിഴവുകൾ ഇവിടെ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ മരണമടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ നമുക്കറിയാം, ഹർഷിനയുടെ കേസ് അടക്കം എടുത്തു നോക്കിയാൽ, ഹർഷിനയുടെ കേസ് ആവട്ടെ അല്ലെങ്കിൽ ICU പീഡന കേസ് ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു അനാസ്ഥ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അപകടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ടൗണിലെ നഗരത്തിൽ തന്നെ വലിയ രീതിയിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ജനങ്ങൾ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ രോഗികളുടെ കൂടെ വരുന്ന ആളുകൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇത്രയും ആളുകളുടെ പ്രതികരണം. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആളുകൾ ഇവിടേക്ക് വന്ന് നമ്മളോട് പ്രതികരിക്കുമെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൈക്കും പിടിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതികരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തുന്ന ഓരോ ആളുകളും വന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതല്ല, ഇവർ നിസ്സഹായരായിരിക്കുന്ന ഒരു സ്ഥിതിഗതികളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ആളുകൾ നമുക്കറിയാം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വിവിധ ജില്ലകളിൽ നിന്ന്, ഏകദേശം 4 ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതും ഈ പറയുന്ന പോലെ നമുക്കറിയാം, സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ഇവിടുത്തെ ആളുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുള്ളവർ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശുപത്രിയുടെ ചുറ്റുമതിലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തത് മൂലം ആശുപത്രിയുടെ ചുറ്റുമതിൽ അപകടാവസ്ഥയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ ശുചിമുറി കെട്ടിടത്തിന് 12 വർഷമായി ബലക്ഷയമുണ്ടായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ വർഗീസ് പി പൊന്നൂസ്. വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ അന്തിമ റിപ്പോർട്ട് ഡിസംബറിലാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുതായി പണി